നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ഒരുപാട് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ ടെക്നിക്കൽ അനാലിസിസിലായിരുന്നു അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ടെക്നിക്കൽ ടൂളുകളൊക്കെ യൂസ് ചെയ്തിട്ട് ട്രേഡ് ഒക്കെ ചെയ്യാറുണ്ടോ? അതായത് നമുക്ക് ഈ പറഞ്ഞേക്കുന്ന പൊസിഷൻ സൈസിങ്ങും റിസ്ക് റിവാർഡ് റേഷ്യോ ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ട്രേഡുകൾ എടുക്കേണ്ടത്. നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെന്റൽ അനാലിസിസ് ആണ്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനിയുടെ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തണം. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു കമ്പനി ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുയോജ്യമാവുന്നത് എന്നൊക്കെ നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്താൻ നമുക്ക് നമ്മുടെ ഏഞ്ചൽ വണ്ണിന്റെ വെബ്സൈറ്റോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനോ യൂസ് ചെയ്യാൻ സാധിക്കും. അതിന് പുറമെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് screener.in എന്ന വെബ്സൈറ്റ്. സ്ക്രീനർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏഞ്ചൽ വണ്ണിന്റെ വെബ്സൈറ്റിലും നമുക്കൊരു സ്റ്റോക്കിന്റെ അത്യാവശ്യം ഫണ്ടമെന്റൽസ് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതൊക്കെ എങ്ങനെയെന്ന് ആദ്യം നോക്കാം, പിന്നെ നമുക്ക് സ്ക്രീനറിലേക്ക് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഏഞ്ചൽ വണ്ണിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഏഞ്ചൽ വണ്ണിൽ വന്നിട്ട് HDFC ബാങ്ക് എടുക്കാം. എക്സാമ്പിൾ ആണ് HDFC ബാങ്ക് അല്ലെങ്കിൽ ഹീറോ മോട്ടോ നമുക്ക് എടുക്കാം. അത് എടുത്തിട്ട് നമുക്ക് ഓവർവ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ടോ, ഓവർവ്യൂ. നമ്മുടെ മൊബൈൽ ഫോണിലാണെങ്കിൽ സ്റ്റോക്ക് ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു ഓവർവ്യൂ നമ്മൾ എടുത്തു. നമ്മൾ ഈ ഒരു ഓവർവ്യൂ എടുക്കുമ്പോൾ ഇവിടെ കാണിക്കുന്ന ഒരു കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. നമ്മൾ ടെക്നിക്കൽസിന്റെ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. അതിന് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് ക്യാപ്പ് കാണുന്നുണ്ടല്ലോ. മാർക്കറ്റ് ക്യാപ്പ്, ഞാൻ മാർക്കറ്റ് ക്യാപ്പ് എന്താ നിങ്ങൾക്ക് മുമ്പത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തുമ്പോൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്റ്റോക്കിന്റെ പ്രൈസിലല്ല കാര്യം ഇരിക്കുന്നത്. പിന്നെ എവിടെയാ? മാർക്കറ്റ് ക്യാപ്പിലാണ് കാര്യം. സ്റ്റോക്കിന്റെ പ്രൈസ് ഇവിടെ സ്റ്റോക്കിന്റെ പ്രൈസ് 5000 ആണ്. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട്. അപ്പൊ ഫെഡറൽ ബാങ്കിന്റെ സ്റ്റോക്കിന്റെ പ്രൈസ് 163 അശോക് ലേലാൻഡ് നോക്കുകയാണെങ്കിൽ അശോക് ലേലാൻഡ് എത്രയാണ്? അശോക് ലേലാൻഡിന്റെ അശോക് ലേലാൻഡിന്റെ ഷെയറിന്റെ പ്രൈസ് 222 നമുക്ക് വേറെ സ്റ്റോക്കുകൾ എടുക്കാം. മണപ്പുറത്തിന്റെ ഷെയർ പ്രൈസ് എത്രയാണ്? 174. അതേസമയം ടാറ്റ എലക്സി നോക്കുകയാണെങ്കിൽ ഷെയറിന്റെ പ്രൈസ് 7330 ടാറ്റ എലക്സിന്റെ ഷെയറിന്റെ പ്രൈസ്. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കുമ്പോൾ മെജോറിറ്റി ആളുകളുടെ കണ്ണ് ആദ്യം പോകുന്നത് ഏത് ഷെയറിലേക്കായിരിക്കും, ഏത് കമ്പനിയിലേക്കായിരിക്കും? ഒരിക്കലും ഈ കമ്പനിയിലേക്ക് ആളുകൾ നോക്കാൻ ചാൻസ് കുറവാണ്. നോക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല. മെജോറിറ്റി ആളുകളുടെ വ്യൂ പോകുന്നത് ഈ കാണുന്ന മണപ്പുറത്തിലേക്കും ഫെഡറൽ ബാങ്കിലേക്കും അശോക് ലേലാൻഡിലേക്കും ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ആളുകൾ ശ്രദ്ധിക്കാനുള്ള കാരണം? ഇങ്ങനെ നോക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഷെയറിന്റെ പ്രൈസ് വളരെ കുറവാണ്. ഇതിന്റെ ഷെയറിന് 222 ഉള്ളൂ, മണപ്പുറം 174 ഉള്ളൂ, ഫെഡറൽ ബാങ്ക് 163 ഷെയറിന്റെ പ്രൈസ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും വില കുറഞ്ഞ ഷെയറുകളുടെ പിന്നാലെയാണ് പോകാറുള്ളത്. വില കുറഞ്ഞ ഷെയറുകൾ വാങ്ങാനാണ് ശ്രമിക്കാറുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ ബൈ ചെയ്യാനുള്ള കാരണം? ഇപ്പൊ ഇതിന് ഇത്ര വിലയുള്ളൂ. ഇപ്പൊ ഫെഡറൽ ബാങ്കിന് 160 രൂപയുള്ളൂ, HDFC ബാങ്കിന് 1500 ഉണ്ട്. 1500 ഉണ്ട് എന്ന കാരണം കൊണ്ട് HDFC വാങ്ങില്ല. എന്നാൽ 163 ഉള്ളൂ എന്ന കാരണം കൊണ്ട് ഫെഡറൽ ബാങ്ക് ഒരുപാട് ആളുകൾ വാങ്ങാൻ ചാൻസ് ഉണ്ട്. 163 അല്ലേ ഉള്ളൂ, അത് 1000 പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാകാമല്ലോ എന്നാണ് ഒരുപാട് ആളുകൾ ചിന്തിക്കാറുള്ളത്. പക്ഷെ ഈ ഒരു ധാരണ തെറ്റാണ്. നമ്മൾ ഷെയറിന്റെ പ്രൈസിലല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ കൊടുക്കേണ്ടത് എന്തിനാണ്? മാർക്കറ്റ് ക്യാപ്പിലാണ്. നമ്മൾ പഠിക്കേണ്ട ഫണ്ടമെന്റലി നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ഷെയറിന്റെ പ്രൈസിലല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, മാർക്കറ്റ് ക്യാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഒരു കമ്പനിയെ വിലയിരുത്തേണ്ടത്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ 163 എന്തിന്റെ പ്രൈസ്? ഫെഡറൽ ബാങ്കിന്റെ ഒരു ഷെയറിന്റെ പ്രൈസ് 163. അശോക് ലേലാൻഡിന്റെ ഷെയറിന്റെ പ്രൈസ് എത്രയാണ്? 221 അശോക് ലേലാൻഡിന്റെ ഒരു ഷെയറിന്റെ പ്രൈസ്. അപ്പൊ നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? അശോക് ലേലാൻഡ് എന്ന കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് ഇപ്പൊ 221. ഹീറോ മോട്ടോ എത്രയാണ്? 5000. ഹീറോ മോട്ടോ 5000 ആണ് ഒരു ഷെയറിന്റെ പ്രൈസ്. അപ്പൊ നമ്മൾ ഹീറോ മോട്ടോ നോക്കുമ്പോൾ 5000 ഷെയറിന്റെ പ്രൈസ് പറഞ്ഞല്ലോ. അപ്പൊ നമ്മളൊരു മാർക്കറ്റ് ക്യാപ്പ് നോക്കുമ്പോൾ 1,1832 കോടിയാണ് ഹീറോ മോട്ടോയുടെ മാർക്കറ്റ് ക്യാപ്പ്. 163 ഫെഡറൽ ബാങ്കിന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? 39,939 കോടി. ഏകദേശം 40,000 കോടിയാണ് ഫെഡറൽ ബാങ്കിന്റെ മാർക്കറ്റ് ക്യാപ്പ്. ലേലാൻഡിന്റെ മാർക്കറ്റ് ക്യാപ്പ് 65,000 കോടിയുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ ഈ ലേലാൻഡും ഈ ടാറ്റ എലക്സിയും തമ്മിൽ കമ്പയർ ചെയ്യാം. ടാറ്റ എലക്സിക്ക് എത്രയാണ്? 7,300
23. അശോക് ലേലാൻഡ് എത്രയാണ്? 221. അപ്പൊ ഇതിൽ ഞാൻ ഒരു കാര്യം പറയാം, കൂടുതൽ മെജോറിറ്റി ആളുകളും ബൈ ചെയ്യാൻ ഈ രണ്ട് ഷെയറുകളിൽ നിന്ന് അശോക് ലേലാൻഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഷെയറിന്റെ പ്രൈസ് വളരെ കുറവാണ്. അപ്പൊ എന്താ ചെയ്ത 221 ഷെയർ 1000 ഒക്കെ ആയാൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാകാം എന്നാണല്ലോ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അശോക് ലേലാൻഡ് മാർക്കറ്റ് ക്യാപ് എത്രയാണ്? 65,000 കോടിയാണ്. ടാറ്റ എലക്സിന് 45,000 കോടി, അതായത് 20,000 കോടി മാർക്കറ്റ് ക്യാപ്പിന് പിന്നിലാണ് ടാറ്റ എലക്സി അശോക് ലേലാൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിയുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ആണ്. അതായത് കമ്പനിയുടെ ഷെയറിന്റെ എണ്ണത്തിനെ ഷെയറിന്റെ പ്രൈസ് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന എമൗണ്ട് ആണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോ ഇതില് വലിയ കമ്പനി ഏതാ? ഈ അശോക് ലേലാൻഡ് ആണ്, ടാറ്റ എൽസിയാണ് വലിയ കമ്പനി. അശോക് ലേലാൻഡ് ആണ് വലിയ കമ്പനി. എന്തുകൊണ്ടാണ്? അതിന് മാർക്കറ്റ് ക്യാപ്പ് 64,000 കോടിയാണ് അശോക് ലേലാൻഡ് മാർക്കറ്റ് ക്യാപ്പ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനി ഏതാണ്? റിലയൻസ് ആണ്. ഓക്കെ, റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. എത്രയും മാർക്കറ്റ് ക്യാപ്പ്? 19,86,643 കോടി, ഏകദേശം 20 ലക്ഷം കോടിന്റെ അടുത്തുണ്ട് റിലയൻസിന്റെ മാർക്കറ്റ് ക്യാപ്പ്. രണ്ടാമത് വരുന്നത് HDFC ബാങ്ക് ആണ്, 11,67,000 കോടി. പിന്നീട് അങ്ങനെ TCS, അങ്ങനെ ഓരോ കമ്പനികൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഈ അശോക് ലേലാൻഡിന്റെ ഷെയറിന്റെ പ്രൈസ് 220 ആണല്ലോ. ഈ 220 എന്ന ഷെയറിന്റെ പ്രൈസ് 2,200 ആവുന്ന സമയത്ത്, 2,200 ആയാല് സംഭവിക്കുന്ന എന്താണ്? ഈ കാണുന്ന മാർക്കറ്റ് ക്യാപ്പ് കണ്ടോ, 64,000 കോടി, ഇത് 6,48,000 കോടി ആവണം. അതായത് ഈ കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് 10 ഇരട്ടി കൂടുമ്പോൾ ഈ മാർക്കറ്റ് ക്യാപ്പും 10 ഇരട്ടി കൂടണം. 6,84,000 കോടിയിലേക്ക് എന്ത് വരണം? അശോക് ലേലാൻഡ് വരണം. അങ്ങനെ വരണം എന്ന് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഞാൻ കാണിച്ചു തരാം. ടാറ്റ മോട്ടോഴ്സിന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? 3,18,000 കോടി. അപ്പൊ ടാറ്റ മോട്ടോഴ്സിനെക്കാളും വലിയൊരു കമ്പനിയായി, അത് ടാറ്റ മോട്ടോഴ്സിന് 2 ഇരട്ടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയായി ആര് മാറണം? അശോക് ലേലാൻഡ് മാറണം. SBIയുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുക നമുക്ക്. എസ് ബി ഐയുടെ 7,40,000 കോടിയാണ്. അപ്പൊ SBIയുടെ മാർക്കറ്റ് ക്യാപ്പിനോട് അത്രയും വരുന്ന ഒരു മാർക്കറ്റ് ക്യാപ്പിലേക്ക് ഈ അശോക് ലേലാൻഡ് വന്നാൽ മാത്രമേ ഷെയറിന്റെ പ്രൈസ് 10 ഇരട്ടി കൂടുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഷെയറിന്റെ 10 ഇരട്ടി കൂടുമെന്ന് കരുതി ബൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണ്? SBI പോലെ, ടാറ്റ മോട്ടോഴ്സ് പോലെ, അല്ലെങ്കിൽ ICICI ബാങ്ക് പോലെയൊക്കെ ഒരു വലിയ കമ്പനിയായി അശോക് ലേലാൻഡ് മാറിയാൽ മാത്രമേ ഈ കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് 10 ഇരട്ടിയാവുള്ളൂ. അപ്പൊ അത്രയും വലിയൊരു കമ്പനിയാണോ ഈ അശോക് ലേലാൻഡ് എന്ന് പറയുന്നത്? ലേലാൻഡ് എന്ന് പറയുമ്പോൾ SBIയുമായും ടാറ്റ മോട്ടോഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന ചെറിയൊരു കമ്പനിയാണ്. അപ്പൊ ആ ഒരു കമ്പനി ആ ഒരു ലെവലിലേക്ക് വന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, അല്ലെങ്കിൽ എന്താവുള്ളൂ? ആ കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് 10 ഇരട്ടി പോകുള്ളൂ. അതായത് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയറിന്റെ പ്രൈസ് എത്രയാണ്? 963. ഈ ടാറ്റ മോട്ടോഴ്സ് 10 ഇരട്ടിയാവാന്ന് പറയുമ്പോൾ 9,600 ആവും. ആണല്ലോ, 9,600. 3,20,000 എന്നുള്ളത് 32 ലക്ഷം കോടിയാവും. അത് പോസിബിൾ ആണോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി എത്രയാ? റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്, 20 ലക്ഷം കോടി. അപ്പൊ ഈ റിലയൻസിന്റെയും ഇരട്ടി, 20 ലക്ഷം കോടി, ഇവിടെ 32 ലക്ഷം കോടി ആയാലേ എന്താവുള്ളൂ? ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനി ഷെയറിന്റെ പ്രൈസ് 10 ഇരട്ടി കയറിപ്പോളൂ. അപ്പൊ അത് എങ്ങനെയാണത് പോസിബിൾ ആവാൻ നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ കമ്പനിയുടെ ഷെയർ 10 ഇരട്ടി കയറി പോകുമ്പോൾ ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പും 10 ഇരട്ടിയാവും. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി ആവണം. ആരെ മറികടന്ന്? ഈ കാണുന്ന റിലയൻസിനെയും അതുപോലെ തന്നെ HDFC ബാങ്കിനെയും. രണ്ടിന്റെയും കൂടി വാല്യൂ നോക്കിയാൽ എത്ര വരുന്നുള്ളൂ? റിലയൻസിന്റെയും HDFC ബാങ്കിന്റെയും വാല്യൂ കൂട്ടിയാൽ 30 ലക്ഷം കോടിയേ വരുന്നുള്ളൂ. അപ്പൊ ഈ രണ്ട് കമ്പനിയെക്കാളും വലിയൊരു കമ്പനി ആയിട്ട് ഈ ടാറ്റ മോട്ടോഴ്സ് ഒറ്റയ്ക്ക് മാറണം. അത് പോസിബിൾ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഷെയറിന്റെ പ്രൈസ് ഇത്രയാവും അല്ലെങ്കിൽ ഇത്രയാവും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? ആ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഈ ലെവലിലേക്ക് വരുമോ എന്ന് നമ്മൾ തിങ്ക് ചെയ്യണം, നമ്മൾ ആലോചിക്കണം. ഇനി ടാറ്റ എലക്സിയുടെ കേസിലേക്ക് വരാം. ഈ കൂടുതൽ ഏറ്റവും വലിയ ഷെയറിന്റെ പ്രൈസ് ഏത് കമ്പനിക്കാ? ടാറ്റ എലക്സിക്കാ. 7,326 കോടി. സോറി, 7,326 ഷെയറിന്റെ പ്രൈസ്. 45,000 കോടിയെ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ. അപ്പൊ ഈ ഒരു കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് 7,300 എന്നുള്ള ഷെയറിന്റെ പ്രൈസ് 20,000 പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം എന്താ? 20,000 പോയാലും മാർക്കറ്റ് ക്യാപ്പ് എത്ര വരുന്നുള്ളൂ? ഏകദേശം ഒരു 1,50,000 കോടി എത്തൂല. ഏകദേശം 1,20,000 30,000 കോടിയൊക്കെ ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് വരുള്ളൂ. ഈ 1,50,000 കോടി എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയൊരു എമൗണ്ട് അല്ല നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ ഒരു കമ്പനി 7,300 നിൽക്കുന്ന കമ്പനി 20,000 കയറി പോവാം എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ബൈ ചെയ്യുന്നതും
ഈ കമ്പനി 10 ഇരട്ടി കയറി പോവാമെന്ന് കരുതി ബൈ ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റീസ് ഉള്ളത് ഈ ടാറ്റ എലക്സി 20,000 ആവുന്നതിനാണ്. അപ്പൊ നമ്മൾ ഷെയറിന്റെ പ്രൈസ് അല്ല അവിടെ നോക്കേണ്ടത്. എന്താ നമ്മൾ നോക്കേണ്ടത്? ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ആണ് നോക്കേണ്ടത്. ഇത് 20,000 ആയാലും ഈ മാർക്കറ്റ് ക്യാപ്പ് എത്രയാവുന്നുള്ളൂ നമ്മൾ നോക്കണം. നേരെ മറിച്ച് ഈ ഒരു കമ്പനി 2,000 ആയാൽ തന്നെ ഈ ഒരു മാർക്കറ്റ് ക്യാപ്പ് 6,40,000 കോടിയാണ്. അപ്പൊ അതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ പോസിബിൾ ആവുന്നത് എന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നുള്ളൂ. എന്ന് കരുതി മാർക്കറ്റ് ക്യാപ്പ് ഏറ്റവും കുറവുള്ള കമ്പനി നമ്മൾ പോയി ബൈ ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. എക്സാമ്പിൾ കാണിച്ചു തരാം. സീ കോസ്റ്റ് ഷിപ്പിംഗ് എന്നൊരു കമ്പനി ഉണ്ട്. മാർക്കറ്റ് ക്യാപ്പ് 212 കോടിയുള്ളൂ. ജസ്റ്റ് എക്സാമ്പിൾ എടുക്കുന്ന കമ്പനി എന്നൊക്കെ കേട്ടോ. അതൊക്കെ മാർക്കറ്റ് ക്യാപ്പ് ഇതിലും കുറവുള്ള കമ്പനികൾ കുറെ ഉണ്ട്. ഞാൻ ജസ്റ്റ് എക്സാമ്പിളിനാണ് ഈ കമ്പനിയൊക്കെ എടുക്കുന്നത്. 212 കോടിയെ ഈ കമ്പനിയുടെ എന്തുള്ളൂ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ. ഷെയറിന്റെ പ്രൈസ് ആകെ 3.94 ഉള്ളൂ. അപ്പൊ ഈ ഷെയറിന്റെ പ്രൈസ് ഇപ്പൊ 39.4 ഇത് 2,000 കോടിയെ മാർക്കറ്റ് ക്യാപ്പ് വന്നുള്ളൂ. 2,000 കോടി മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ വലിയൊരു എമൗണ്ട് അല്ല, താരതമ്യേന ചെറിയൊരു എമൗണ്ട് ആണ്. 2,000 കോടി ഇതിപ്പോ 394 100 ഇരട്ടി ഷെയറിന്റെ പ്രൈസ് കയറിപ്പോയാലും ഈ മാർക്കറ്റ് ക്യാപ്പ് 20,000 കോടി ആവുന്നുള്ളൂ. 20,000 കോടിയും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എമൗണ്ട് അല്ല, മാർക്കറ്റ് ക്യാപ്പ് അല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കമ്പനി വെറുതെ നമ്മൾ ഒരു പ്രതീക്ഷ വെച്ചിട്ട് അങ്ങനെ കയറി പോകും എന്നൊന്നും പറയാൻ സാധിക്കില്ല. അതിന് നമുക്ക് വേറെയും ഒരുപാട് ഫാക്ടേഴ്സ് പഠിക്കാനുണ്ട്. നമ്മൾ മുന്നോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. നമ്മൾ ഇപ്പോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? കമ്പനി അല്ല, ഇപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഷെയറിന്റെ പ്രൈസിലല്ല കാര്യം ഇരിക്കുന്നത്, നേരെ മറിച്ച് മാർക്കറ്റ് ഗ്യാപ്പിലാണ്. ഷെയറിന്റെ പ്രൈസ് കുറവായത് കൊണ്ട് ആ കമ്പനി 10 ഇരട്ടി ഒന്നും റിട്ടേൺ തരണം എന്ന് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ലേലാൻഡ് 222 ഉള്ളൂ. ആ ചെറിയൊരു ഷെയറിന്റെ ചെറിയ പ്രൈസ് ആണ് എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ 10 ഇരട്ടി കയറി പോകും എന്ന് കരുതിട്ട് ബൈ ചെയ്താലും 10 ഇരട്ടി കയറി പോകണമെന്നില്ല. കാരണം എന്തുകൊണ്ടാ? മാർക്കറ്റ് ഗ്യാപ്പ് അത്രയും അത്യാവശ്യം ഉണ്ട് ആ കമ്പനി. ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3,000 കോടി മാർക്കറ്റ് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ ഈ കമ്പനി വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ കമ്പനി 10 ഇരട്ടി കയറി പോകുമ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ 2 ഇരട്ടിയാണ് ആവാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചിന്തിക്കാവുന്നുള്ള അങ്ങനെ കയറി പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? ഈ പറഞ്ഞത് മാർക്കറ്റ് ഗ്യാപ്പ് ആണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടോ? സിദ്ധാർത്ഥ്, രഞ്ജിത്ത്, അജിത്ത്? ഓക്കെ. അപ്പൊ നമ്മള് എന്തിനാണ് ഇമ്പോർട്ടൻസ് ആദ്യം കൊടുക്കേണ്ടത്? മാർക്കറ്റ് ഗ്യാപ്പിനാണ്, ഷെയറിന്റെ പ്രൈസിനല്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. എന്താണ്? മാർക്കറ്റ് ഗ്യാപ്പ് ആണ് ഇമ്പോർട്ടന്റ്, നേരെ മറിച്ച് സ്റ്റോക്കിന്റെ പ്രൈസ് അല്ല. നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഫണ്ടമെന്റൽ അനാലിസിസ് പഠിക്കാനുണ്ട്. ഒരു കമ്പനിയുടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾ പറയണം. ഒരു ഫണ്ടമെന്റൽ അനാലിസിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനി നമുക്ക് എടുക്കാം. ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയുടെ ബിസിനസ് എന്താണ്? കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, പ്രൈവറ്റ് വെഹിക്കിൾസ് ഒക്കെ ഇറക്കുക എന്നാണല്ലോ ടാറ്റ മോട്ടോഴ്സ് ചെയ്യുന്നത്. കാറുകൾ ഇറക്കുന്നുണ്ട്, ട്രക്കുകൾ ഇറക്കുന്നുണ്ട്, ബസ്സുകൾ ഇറക്കുന്നുണ്ട്, അതുപോലെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഒക്കെ ഒരുപാട് ഇറക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയെ പറ്റി, അല്ലെങ്കിൽ ഈ ടാറ്റ മോട്ടോഴ്സ് എന്നൊരു കമ്പനിയെ പറ്റി നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സ്ക്രീനറിൽ തന്നെ പഠിക്കണമെന്നില്ല. നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾസ് നമുക്ക് നോക്കാവുന്നതാണ്. നമ്മുടെ റോഡിൽ നമുക്ക് നോക്കിയാൽ ടാറ്റ മോട്ടോഴ്സിന്റെ വാഹനങ്ങൾ കാണാൻ സാധിക്കും. ഈ ടാറ്റ മോട്ടോഴ്സിന്റെ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾക്ക് കമ്പനിയുടെ വാഹനത്തിനെ പറ്റി ഒരു അഭിപ്രായം ഉണ്ടായിരിക്കും. ഒരു നല്ലൊരു അഭിപ്രായം, മോശം അഭിപ്രായം ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും ടാറ്റ മോട്ടോഴ്സിന്റെ കാറിനെ പറ്റി, ബാക്കിയുള്ള ട്രക്കുകളെ പറ്റി നമുക്ക് ഒരു ഏകദേശം ഐഡിയ ഉണ്ടായിരിക്കും. ടാറ്റ മോട്ടോഴ്സിന്റെ കാറുകളെ പറ്റി സാധാരണ പറഞ്ഞു വരാനുള്ളത് എന്താണ്? ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയാണെന്ന് പറയാറുണ്ടല്ലോ. ഇടിച്ചാലൊന്നും സംഭവിക്കാറില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ കാണാറുണ്ടല്ലോ. അത് ആ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് തോട്ടാണ് ആ കമ്പനിന്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ നമ്മളുടെ ഇടയിൽ ടാറ്റ മോട്ടോഴ്സ് യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ അവർക്ക് ആ കമ്പനിയെ പറ്റി ഒരു അഭിപ്രായം ഉണ്ടായിരിക്കാം. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് കമ്പനിയുടെ പ്രൊഡക്റ്റിനെ പറ്റി നല്ല അഭിപ്രായം ഉണ്ട്. അങ്ങനെ നല്ല അഭിപ്രായം ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? ആളുകൾ ഇനിയും ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങാം എന്നാണല്ലോ. അങ്ങനെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആളുകൾ ബൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കമ്പനിക്ക് സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പ്രോഫിറ്റ് കൂടി വരുന്ന ഒരു കമ്പനി ആണെങ്കിൽ എന്ത് സംഭവിക്കും? അതിൽ ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുക? ഭാവിയിൽ ആ ഒരു കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് കൂടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നേരെ മറിച്ച് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ കമ്പനിയെ പറ്റി ഭയങ്കര പരാതിയാണ്, പോരാ എന്നുള്ള പരാതിയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നീട് ആളുകൾ ഈ ഒരു സംഭവം പ്രൊഡക്റ്റ്, കമ്പനിയുടെ പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ മുതിരില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? കമ്പനി നഷ്ടത്തിലേക്ക് പോവാം. അങ്ങനെ നഷ്ടത്തിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുക? കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് ഇടിഞ്ഞ് താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു ഫണ്ടമെന്റൽ സ്റ്റഡിയാണ്. രാവിലെ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന കോൾഗേറ്റ്, മെയിൻ ആയിട്ട് മെജോറിറ്റി ഒരുപാട് ആളുകൾ യൂസ് ചെയ്യാറുള്ളത് കോൾഗേറ്റിന്റെ പ്രൊഡക്റ്റ് ആണ്. കോൾഗേറ്റ് ആണ് നമ്മൾ രാവിലെ പല്ല് തേക്കാൻ യൂസ് ചെയ്യാറുള്ളത്. ഈ കോൾഗേറ്റ് എന്നുള്ള പ്രൊഡക്റ്റ് നമ്മൾ കാലങ്ങളായിട്ട് യൂസ് ചെയ്ത് വരുന്നതാണ്. ആ ഒരു കമ്പനി കോൾഗേറ്റിന്റെ ഷെയർ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കോൾഗേറ്റ് നമുക്ക് നോക്കാം. കോൾഗേറ്റ് പാമോലിവ് ഈ കമ്പനിയുടെ ഷെയർ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 72,000 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ്. 2,670 ഒരു ഷെയറിന്റെ പ്രൈസ്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. നമ്മൾ സാധാരണ ആളുകളൊക്കെ ഇപ്പോഴും കടയിൽ പോയാൽ ചോദിക്കാറുള്ളത് ടൂത്ത് പേസ്റ്റ് അല്ല ചോദിക്കാറുള്ളത്, കോൾഗേറ്റ് എന്നുള്ള ഒരു പേരിനാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? ആളുകൾ കോൾഗേറ്റ് കമ്പനിയുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്യുന്നുണ്ട്. നമ്മളെ പോലെ തന്നെ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇവരും ഇത് കഴിഞ്ഞാൽ വീണ്ടും പർച്ചേസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്നതാണ്, കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതുമാണ് കോൾഗേറ്റിനെ പറ്റി. അങ്ങനെ ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആളുകൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ? കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവുക, കമ്പനിയുടെ ഷെയർ പ്രോഫിറ്റ് നല്ല ഗ്രോത്ത് ഉണ്ടാവില്ല. പ്രോഫിറ്റ് നല്ല ഗ്രോത്ത് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമല്ലോ. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ ഷെയറിന് എന്താ സംഭവിക്കുക? ഷെയറിന്റെ പ്രൈസ് കൂടി വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്താൻ സാധിക്കും. നമുക്കിപ്പോ പെയിന്റ് സെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ പെയിന്റ് യൂസ് ചെയ്യാറുണ്ട്. പെയിന്റ് ഒരു കാലം കഴിയുമ്പോൾ വീടൊക്കെ ആകെ മോശം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പെയിന്റ് അടിക്കാറുണ്ട്. ഇതുപോലെ തന്നെ പുതിയ ബിൽഡിങ്ങുകൾ വരുമ്പോൾ എന്താവും? അതിൽ പെയിന്റ് അടിക്കും, പുതിയ വീടുകളിൽ പെയിന്റ് അടിക്കും, എല്ലാ സ്ഥലത്തും പെയിന്റ് യൂസ് ചെയ്യാറുണ്ട്. പെയിന്റ് സെക്ടറിൽ ഒരുപാട് കമ്പനികളുണ്ട്. ഏഷ്യൻ പെയിന്റ്സ് ഉണ്ട്, ബർജർ പെയിന്റ് ഉണ്ട്, നെഡോലാക്ക് ഉണ്ട്, ഇൻഡിഗോ പെയിന്റ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കമ്പനികൾ ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണാറുണ്ട് പെയിന്റിന്റെ ഷോപ്പുകൾ നമ്മൾ കാണാറുണ്ട്. ജസ്റ്റ് നമ്മൾ അവിടെ പോയിട്ട് ആ ഷോപ്പിലെ ആളോട് ഒരു അഭിപ്രായം ചോദിക്കുക, ഇവിടെ ഏറ്റവും കൂടുതൽ സെല്ലായി പോകുന്നത് ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്, ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഏതാണ്, അയാളുടെ ഒരു എക്സ്പീരിയൻസിൽ അയാൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അങ്ങനെ നമ്മൾ അയാളിൽ നിന്നൊരു അഭിപ്രായം സ്വരൂപിക്കുമ്പോൾ ഇതേപോലെ രണ്ട് മൂന്ന് ആളുകൾക്കൊക്കെ അഭിപ്രായം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേര് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതായത് ഇപ്പൊ ഏഷ്യൻ പെയിന്റ്സ് ആണ് അവരൊക്കെ പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏഷ്യൻ പെയിന്റ്സിൽ ഒരു സ്റ്റഡി നടത്താവുന്നതാണ്. ഏഷ്യൻ പെയിന്റ്സിന്റെ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തിക്കൊണ്ട് നമുക്ക് ആ ഒരു കമ്പനി ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് അനുയോജ്യമാണോ അല്ലേ എന്നൊക്കെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. നമുക്ക് പല രീതികളിൽ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്താൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ ടാറ്റ മോട്ടോഴ്സിന്റെ എക്സാമ്പിളും കോൾഗേറ്റിന്റെ എക്സാമ്പിളും ഒക്കെ അതൊന്നാണ്. അങ്ങനെ നമുക്ക് എക്സാമ്പിളുകൾ വരുമ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പല പല പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ഈ പല പല പ്രൊഡക്റ്റുകളും ഈ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റിലുള്ള പല കമ്പനികളുടേതാവാം. നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാസ്മേറ്റ്സിന്റെ നോട്ട്ബുക്ക്, ഇത് ITC എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്. ആശീർവാദ് ആട്ട ITCയുടെ ആണ്. അതുപോലെ ഹിന്ദുസ്ഥാനി യൂണിലിവറിന്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ടാവും. ഈ ഹോർലിക്സ്, ബൂസ്റ്റ്, ഇതെല്ലാം ഹിന്ദുസ്ഥാനി യൂണിലിവറിന്റെ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കമ്പനികളെല്ലാം ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ പ്രൊഡക്റ്റ് ആണല്ലോ. ഈ പ്രൊഡക്റ്റുകളെല്ലാം ഷെയർ മാർക്കറ്റിലുള്ള കമ്പനികളുടേതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ അപ്പോഴായിരിക്കും. അപ്പൊ നമുക്ക് പല രീതികളിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഫണ്ടമെന്റൽ അനാലിസിസ് നടത്താൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് നമ്മളിപ്പോ ചെയ്യുന്നത്. അതായത് കണക്കുകൾ വെച്ചിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ നടത്തുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ക്വാളിറ്റേറ്റീവ് സ്റ്റഡി നടത്തും. അപ്പൊ നമുക്ക് മൊത്തത്തിൽ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. നമ്മൾ ഇന്ന് അധികം കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇന്നിപ്പോ നിങ്ങളോട് ആകെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? മാർക്കറ്റ് ഗ്യാപ്പ് ആണ്. പിന്നെ നമ്മൾ ഫണ്ടമെന്റൽ സ്റ്റഡി എങ്ങനെയൊക്കെ നടത്താമെന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. സംശയം ഉണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.